ഹിറ്റോട് ഹിറ്റ്, ഇതാണ് സൂപ്പർ ഹിറ്റ്. ലാലേട്ടന് ചെക്ക് വെക്കാൻ ആരുമില്ല. ഇത് ചരിത്രത്തിൽ ആദ്യം. കേരളത്തിൽ തുടരും നേടിയ കളക്ഷൻ പുറത്തുവിട്ടപ്പോൾ ആ തുക കേട്ട് ഞെട്ടിയിരിക്കുകയാണ് മോളിവുഡ്. ബുക്ക് മൈ ഷോയിലടക്കം ഒന്നാമനായിരുന്നു തുടരും. മലയാള സിനിമയിൽ നിന്നുള്ള സമീപകാലത്തെ ഏറ്റവും വലിയ ട്രെൻഡിംഗ് ആണ് തുടരുമെന്ന മോഹൻലാൽ ചിത്രം. വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി കൂടാതെ എത്തിയ ചിത്രം ചരിത്ര വിജയമാണ് സ്വന്തമാക്കിയത്. ഒരു മോഹൻലാൽ ചിത്രത്തിന് സ്വാഭാവികമായും ലഭിക്കുന്ന പ്രേക്ഷക ശ്രദ്ധയോടെ തിയേറ്ററുകളിലെത്തിയ ചിത്രം കൂടിയാണ് തുടരും. ഏപ്രിൽ 25-നായിരുന്നു ചിത്രത്തിന്റെ റിലീസ്. എന്നാൽ ആദ്യ ഷോകൾ പിന്നിട്ടതോടെ ചിത്രം ഹിറ്റടിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം കണ്ടവർ പോസിറ്റീവ് അഭിപ്രായങ്ങൾ മാത്രമാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞതും കേട്ടതും. കാണികൾ തന്നെ പരസ്യപ്രചാരകരായി മാറുന്ന വലിയ വിജയങ്ങളുടെ നിരയിലേക്ക് തന്നെയാണ് തുടരും ദിവസങ്ങൾക്കപ്പുറം എത്തിച്ചേർന്നത്. മോഹൻലാൽ നായകനായ ഈ പുതിയ ചിത്രം തിയേറ്ററിലെ ഓട്ടം തുടർന്നതിനു ശേഷം ഇപ്പോൾ OTT-യിലും തുടരുകയാണ്. OTT-യിൽ പ്രദർശനം ആരംഭിച്ചതു മുതൽ വലിയ പിന്തുണ തന്നെയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. തിയേറ്ററിൽ നിന്നും മികച്ച സ്വീകാര്യത ലഭിച്ച സിനിമയ്ക്ക് OTT-യിലും വലിയ അഭിപ്രായം തന്നെയാണ് ലഭിക്കുന്നത്. OTT റിലീസിന് പിന്നാലെ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ ആരാധകർ ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ്, തെലുങ്ക് പ്രേക്ഷകരിൽ നിന്നും സിനിമയ്ക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ ഞെട്ടിച്ചെന്നും മലയാള സിനിമ വീണ്ടും അത്ഭുതപ്പെടുത്തിയെന്നൊക്കെയാണ് ആരാധകർ പറയുന്നത്. വില്ലനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും കയ്യടികൾ ഏറെയുണ്ട്. ചിത്രത്തിലെ ആക്ഷൻ സീനുകൾക്കും മോഹൻലാൽ ശോഭന റൊമാന്റിക് സീനുകൾക്കും കയ്യടി ലഭിക്കുന്നുണ്ട്. ദൃശ്യം പോലെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ് തുടരുമെന്നും മോഹൻലാൽ ഒരു കംപ്ലീറ്റ് തന്നെയാണെന്നും സിനിമ കണ്ടവർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അങ്ങനെ സിനിമ 100 കോടിയും 200 കോടിയും അതിവേഗമാണ് എത്തിയത്. 100 കോടിയിലധികം നേടി മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് തുടരും. മലയാളത്തിനു പുറമെ തുടരും തമിഴ്, തെലുങ്ക് ഭാഷകളിലും സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ മറ്റു ഭാഷാ പതിപ്പുകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. തുടരും തെലുങ്ക് പതിപ്പിന്റെ നെറ്റ് കളക്ഷൻ 2 കോടിക്കടുത്താണ്. തമിഴ് പതിപ്പിന്റെ നെറ്റ് കളക്ഷനെ പറയുന്നത് 1.5 കോടിക്കടുത്താണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മലയാളം പതിപ്പ് റിലീസ് ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് തെലുങ്ക് പതിപ്പും റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കപ്പുറത്താണ് തമിഴ് പതിപ്പ് തുടരും എത്തിയത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് തുടരും OTT സ്ട്രീം ചെയ്യുന്നത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും സിനിമ ലഭ്യമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.